ഒരു വശത്ത് വി ഡി സതീശൻ ഇതുവരെയുള്ള കാലത്ത് നന്നായി ഈ മുന്നണിയെ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തെ നയിച്ചു എന്നൊരു ഒരു ഫീലുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്, കെ സി വേണുഗോപാലുണ്ട്, അങ്ങനെയുള്ള സീനിയർ നേതാക്കൾ അപ്പുറത്ത് നിൽക്കുകയാണ്. ആരായിരിക്കും ഈ 2026 യു ഡി എഫിനെ നയിക്കുക എന്നുള്ളതും ആർക്കായിരിക്കും ജയം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേര ലഭിക്കുക എന്നുള്ളതും കഴിഞ്ഞ കുറേ നാളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആരായിരിക്കും നയിക്കുക എന്നുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കണ്ടുപിടിച്ച് പറയാൻ പറ്റും. അത് കെ സി വേണുഗോപാലായിരിക്കില്ല. പാർട്ടിയെ നയിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള നേതാക്കന്മാരായിരിക്കും. ഒന്ന് ശ്രീമാൻ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്. പിന്നെ മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന നമ്മുടെ രമേശ് ചെന്നിത്തലയുണ്ട്. പുള്ളിയും തുല്യ നിലയിൽ തന്നെ രംഗത്തുണ്ട്. പക്ഷേ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് സതീശനായിരിക്കും അല്പം കൂടി ആത്മവിശ്വാസം ഉണ്ടാകുന്നു, മേൽക്കൈ ഉണ്ടാകുന്നു. അതിൽ വലിയ സംശയത്തിന് അവകാശമില്ല. അതേസമയത്ത് ചെന്നിത്തലയെ നമുക്ക് എഴുതി തള്ളാനും പറ്റുകയില്ല. കാരണം അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് നല്ല പിടിപാടുണ്ട്. സമുദായ സംഘടനകളുമായിട്ടും തരക്കേടില്ലാത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഘടകകക്ഷികൾക്ക് ഒരുപക്ഷെ രമേശായിരിക്കും കൂടുതൽ സ്വീകാര്യം. കാരണം അദ്ദേഹം കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. ഫ്ലെക്സിബിലിറ്റി ഒരു ഘടകമാണല്ലോ ഈ കൂട്ടുകക്ഷി സർക്കാരിൽ. പണ്ട് ഈ സി എച്ച് മുഹമ്മദ് കോയയുടെ ഒരു ഓതറൈസ്ഡ് ബയോഗ്രഫി ഉണ്ട്. അത് ചന്ദ്രികയിൽ പത്രപ്രവർത്തകരായിരുന്ന നവാസ് പൂനൂർ എഴുതിയതാണ്. ആ ബയോഗ്രഫി അല്ല പ്രധാനം. അതിന് മുന്നോടിയായിട്ട് അതിനൊരു അവതാരിക പോലെ അല്ലെങ്കിൽ ഒരു ആമുഖം പോലെ സി എച്ചുമായിട്ട് ഗ്രന്ഥകാരൻ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. അതാണ് പ്രധാനമായിട്ട് വായിക്കേണ്ടത് ബയോഗ്രഫിയേക്കാൾ. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾക്ക് സി എച്ച് തനത് ശൈലിയിലുള്ള ഉത്തരം കൊടുക്കുന്നു. അതിൽ ഗ്രന്ഥകാരൻ്റെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആരാണ്? ചോദ്യം. സി എച്ചിൻ്റെ ഉത്തരം സി അച്യുതമേനോൻ. അപ്പോൾ ഈ ലേഖൻ ചോദിക്കുന്നു, എന്താണ് അച്യുതമേനോൻ്റെ സവിശേഷത? സി എച്ച് പറയുന്നു, ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ നയിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അച്യുതമേൻ്റെ. അപ്പോൾ ഈ നവാസ് പൂനൂരി ചോദിക്കുന്നു, അപ്പോൾ EMS എങ്ങനെയായിരുന്നു? അപ്പോൾ സി എച്ചിൻ്റെ മറുപടി, ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ പൊളിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിൽ സി എച്ചിൻ്റെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമുണ്ട്. അച്യുതമേനോൻ EMS എന്ന് പറഞ്ഞ രണ്ട് നേതാക്കന്മാരുടെ ശൈലിയിലുള്ള വ്യത്യാസമുണ്ട്. അച്യുതമേനോൻ ഒരു ഫ്ലെക്സിബിളായിരുന്നു. ഘടകകക്ഷികളെ പരമാവധിയൊക്കെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുവരും. നേരെ മറിച്ച് EMS ശാഠ്യക്കാരനായിരുന്നു. അത് എൻ്റർടൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ സഖ്യകക്ഷികൾ ശത്രുക്കളായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞ പോലെ രമേശിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കാനുള്ള ഒരു മെയ്വഴക്കം അത് വളരെ പ്രധാനമുള്ളൂ. ഇപ്പോൾ കരുണാകരനും ഉമ്മൻചാണ്ടിക്കൊക്കെ അതുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് ഘടകകക്ഷികൾക്കും അവർക്കൊരു സേ ഉണ്ടാകുകയാണെങ്കിൽ രമേശിനായിരിക്കും മേൽക്കൈ കിട്ടുക. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് സതീശനാണ് മുന്നിട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ എത്രയോ സംഗതികളിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അദ്ദേഹം കുതിരപ്പുറത്ത് തന്നെയായിരുന്നു, ഇല്ലേ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പുതുപ്പള്ളി, അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പാലക്കാട്, അത് കഴിഞ്ഞ് നിലമ്പൂരൊക്കെ വലിയ അഗ്നിപരീക്ഷകളെ നേരിട്ടിട്ടാണ് പുള്ളി പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതും. അത് തോറ്റുപോയിരുന്നെങ്കിൽ വലിയ ചീത്തപ്പേരായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒറ്റയാൾ പട്ടാളം എന്ന രീതിയിൽ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. KPCCയുടെ ഭാഗത്ത് നിന്ന് പറയത്തക്ക പിന്തുണയൊന്നുമില്ല, AICC നിന്നും പിന്തുണയില്ല, ഒരു സ്ഥലത്തു നിന്നും യാതൊരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല. എന്നിട്ടും പുള്ളി അങ്ങനെ യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ന് കരുതി നമുക്ക് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കാനോ അദ്ദേഹത്തെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു എന്ന് കരുതാനോ നിവൃത്തിയില്ല. പുള്ളി തുല്യ നിലയിലുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് എന്ന് പറഞ്ഞുകൂടാ, ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടവും കൂടി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേണുഗോപാലിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും കളമൊരുക്കുകയാണെങ്കിൽ നിലം ഉഴുത് വിതച്ച് അത് കൊയ്യാറാവുമ്പോൾ പുള്ളി തിരിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാണ് പുള്ളിയുടെ തയ്യാറെടുപ്പ്. അപ്പോൾ പണ്ടാരണ്ട് പറഞ്ഞുകൊണ്ട് ഈ സൂയിക്കാനും മരുങ്ങാനും മാളവർ, ഉറക്കളക്കാനും പാടുപെടാനും മക്കാരാക്ക എന്ന് പറഞ്ഞ പോലെ ആവും സതീശൻ്റെ സ്ഥിതി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. കൊയ്യാൻ KC വരും അല്ലേ? കൊയ്യാൻ വരുമോ, അത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് വരുമോ എന്നറിയില്ല. പറയുന്നത് കേട്ട് ശരിയാണെങ്കിൽ ഇദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. പുള്ളി മത്സരിച്ചാൽ വേറെയും MP മാർ അവകാശവാദമായിട്ട് മുന്നോട്ട് വരും. ഇപ്പോൾ ഇത്തവണ UDF ജയിക്കുന്ന ഏകദേശം ഒരു ട്രെൻഡ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞ കോൺഗ്രസ്സുകാരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു MP സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും ഞാൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞു വരും. അപ്പോൾ ബെന്നി ബെഹനാന് സീറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ആൻഡോ ആൻ്റണിക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും. അടൂർ പ്രകാശിന് തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. ഇവരെല്ലാവരും നിയമസഭയ്ക്ക് മത്സരിക്കാൻ തയ്യാറായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആരും മത്സരിക്കണ്ട എന്നൊരു നിലപാടെടുക്കുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നല്ല ഭൂരിപക്ഷം കിട്ടുകയാണ്, 85-90 സീറ്റ് കിട്ടുകയാണെങ്കിൽ
ഇവിടെയുള്ള ഏതെങ്കിലും ഒരു MLA കൊണ്ട് രാജി ഒപ്പിച്ചിട്ട് വേണുഗോപാലിന് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ക്ലെയിം വയ്ക്കാവുന്നതാണ്. അതിനൊക്കെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. പുള്ളി ആ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.